യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്നത് പോലെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നതായ അബ്രഹാമിൻ്റെ ജീവിതം പലപ്പോഴും നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. അത് നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നൽകുന്നതായ ആ ഒരു പാഠം നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ, അതേ ദൈവഹിത പ്രകാരം നമുക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ വളരെയധികം സഹായകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. പൊതുവെ ഞാൻ പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നും അധികം സംസാരിക്കാറില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ അബ്രഹാമിനെ കുറിച്ചുള്ള ചിന്തയിലൂടെ കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചപ്പോൾ ഞാൻ അതനുസരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി തീർന്നു. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള പഴയ നിയമ ഭാഗങ്ങളെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവം അനേക ആത്മീകമായ മർമ്മങ്ങൾ അതിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വീഴ്ചകൾ, അതിൽ എങ്ങനെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്, നമ്മൾ എപ്രകാരമായിരിക്കണം, നമ്മൾ എങ്ങനെ നമ്മുടെ വീഴ്ചകളുടെ നടുവിൽ, അതായത് നമ്മൾ പാപനിമിത്തം ഈ ലോകത്തിൽ നമ്മൾ തകർന്നു പോകുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എങ്ങനെയാണ് മടങ്ങി വരാൻ കഴിയുന്നത് തുടങ്ങിയ അനേക കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഭയമില്ലാതെ, അതായത് പാപത്തെ ഭയപ്പെടാതെ, അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകളിൽ നമുക്ക് സംഭവിച്ചതായ അല്ലെങ്കിൽ നമ്മളിൽ വന്നു ഭവിച്ചിരിക്കുന്നതായ കോംപ്ലക്സുകളെ, മനോഭാവങ്ങളെ നമുക്ക് കൂടുതൽ നന്നായിട്ട് തിരുത്തുവാനും ദൈവസന്നിധിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുവാനും കഴിയുമെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു വലിയ പ്രശ്നം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാം ഒരു നുണ പറയാൻ ഇടയായിത്തീർന്നു. ആ നുണ ദൈവം മുമ്പിൽ തീർച്ചയായിട്ടും അബ്രഹാമിന് ശകാരം ലഭിക്കുന്നതാണ്. എന്നാൽ അവിടെ അബ്രഹാം ആ നുണ പറയുന്നതിലൂടെ തന്നെ ദൈവത്തെ സംശയിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ അവനെ സംശയിക്കണമെന്നുള്ളത്. മറിച്ച് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ അവനെ സംശയിക്കാതെ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവം നമുക്ക് നൽകുന്നതായ രക്ഷയെ കാണുവാൻ ഇടയായി തീരും എന്നുള്ളതാണ് ഈ വേദഭാഗങ്ങളിലൂടെ എല്ലാം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത്. 20-ാം അധ്യായത്തിലേക്കാണല്ലോ നമ്മൾ കടന്നു വന്നത്. അവിടെ നമ്മൾ കണ്ടത് അബ്രഹാം തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് അവൻ ഗരാരിൽ വന്നു. ഗരാരിൽ വന്നപ്പോൾ അവിടുത്തെ രാജാവ് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിൽ ആഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം ആളയച്ച് സാറായെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സാറായെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ രാജാവിന് ഒരിക്കലും അറിയില്ലായിരുന്നു സാറ അബ്രഹാമിൻ്റെ ഭാര്യ ആണെന്നുള്ളത്. എന്ന് മാത്രമല്ല, അബ്രഹാം സാറായെ പരിചയപ്പെടുത്തിയത് തൻ്റെ സഹോദരി എന്നാണ്. അതേപോലെ തന്നെ സാറായും മറ്റുള്ളവരോട് തന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ ആങ്ങളയാണ്, സഹോദരനാണ് അബ്രഹാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം അബ്രഹാമിൻ്റെ ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതാവസ്ഥയാണ്. വാസ്തവത്തിൽ അബ്രഹാമിന് അരക്ഷിതാവസ്ഥ തോന്നേണ്ട കാര്യമില്ല. കാരണം ഇന്നുവരെയും അബ്രഹാമിനെ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ പെട്ടെന്ന് ഒരു സമയത്ത് അബ്രഹാമിൻ്റെ ഉള്ളിൽ ആ അരക്ഷിതാവസ്ഥ കയറുന്നത് തീർച്ചയായിട്ടും പിശാച് എങ്ങനെയാണ് നമ്മെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഉദാഹരണമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ചുകൊണ്ട് ഭൂമി എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. മറ്റൊരു വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോളട്ടെ. നമ്മുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള കരുതലുകൾ എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കേണ്ടതും ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതും ആവശ്യമാണ്. അല്ലാതെ അലക്ഷ്യമായ ഒരു ജീവിതമല്ല ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ദൈവവചനം കേൾക്കേണ്ടത്, സഭയുടെ ആരാധന ശുശ്രൂഷകൾ പങ്കെടുക്കേണ്ടത്. അതേപോലെ തന്നെ കൂട്ടായ്മകൾ, ഫെലോഷിപ്പ്, ദൈവജനത്തോട് ചേർന്നുള്ള ഫെലോഷിപ്പ്, അതായത് ആ കൂട്ടായ്മകളിൽ ദൈവവചനത്തിൻ്റെ ശുദ്ധിയുള്ളതായ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കണം. അതായത് കലർപ്പില്ലാത്തതായ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം. ഞാൻ ആ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കാരണം, ഇന്ന് അനേകരും വിശുദ്ധ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നത് അനേകരെ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്,
അനേകരെ അവരുടെ കൂടെ കൂട്ടിച്ചേർത്ത് നിർത്താൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകം നമ്മൾ പ്രസംഗിക്കേണ്ടത്. കലർപ്പില്ലാതെ, അതായത് ദൈവത്തിൻ്റെ വചനം അതേ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ വ്യാഖ്യാനിച്ച് ഒരിക്കലും മാനുഷികമായ അളവുകോലുകൾ അവിടെ ഇടാതെ ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണോ അങ്ങനെ തന്നെ പ്രസംഗിച്ച് അതെ ആ പ്രസംഗമാണ് നമ്മൾ കേൾക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരേണ്ടത്. നോക്കൂ, ഇവിടെ അബ്രഹാം ദൈവത്തിലുള്ള ആശ്രയത്വം അല്പം കുറഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് താൻ പറയുന്നത്, അതെ ഈ സാറ എൻ്റെ സഹോദരിയാണ്. അതുകൊണ്ടാണ് സാറ പറയുന്നത് അബ്രഹാം എൻ്റെ സഹോദരനാണ്. അങ്ങനെ അബീമേലെക്ക് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ദൈവം അടങ്ങിയിരിക്കുന്നില്ല. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട് അത് പ്രശ്നമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി, അതേ ദൈവത്തിൻ്റെ വാഗ്ദത്തം, സാറായും ആ വാഗ്ദത്തത്തിലുണ്ട്. നോക്കൂ, ഇപ്പോൾ അബീമേലെക്കിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ആ അബീമേലെക്ക് അതേ സാറായോടൊപ്പമുള്ള തൻ്റെ സഹവാസം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അട്ടിമറിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് അതെ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം വളരെ വേഗം ഇടപെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു, നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം ആ വാഗ്ദത്തം അല്ലെങ്കിൽ ആ വിളിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ദൈവം ഇടപെടുന്നത്. അതേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നത്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തത നമുക്ക് ഉണ്ടാകണം. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, അനേകർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. തങ്ങളോടുള്ള ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചോ അല്ലെങ്കിൽ തങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചോ അവർക്ക് യാതൊരു ബോധ്യമില്ല. നോക്കൂ, അബ്രഹാമിന് ആ ബോധ്യമുണ്ടായിരുന്നു, സാറയ്ക്ക് ആ ബോധ്യമുണ്ടായിരുന്നു. അവർക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെല്ലുവിളികൾ നേരിട്ടെങ്കിൽ, അവർക്ക് പതറിപ്പോകേണ്ടതായ അവസ്ഥ വന്നെങ്കിൽ, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ബോധമില്ലാത്ത നമ്മൾ എത്രത്തോളം പതറിപ്പോകുമെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ഉറപ്പെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നോക്കൂ, ദൈവം എന്താണ് ചെയ്തത്? അബീമേലെക്കിൻ്റെ ഉറക്കത്തിൽ, അതേ അവൻ്റെ സ്വപ്നത്തിൽ ദൈവം ഇടപെട്ട് അതേ അബീമേലെക്കിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ ദൈവം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിന്ന് നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. നോക്കൂ, 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയ പരമാർത്ഥതയോട് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിന്റെ അവസ്ഥ എനിക്കറിയാം. ഒരിക്കലും ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല നീ ചെയ്തിരിക്കുന്നത്. അതായത് ഈ സാറ അബ്രഹാമിൻ്റെ ഭാര്യയാണെന്ന് നീ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സാറായെ ഈ കൊട്ടാരത്തിലേക്ക് നീ കൊണ്ടുവരില്ലായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. പക്ഷേ നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യത്തിൽ നിന്നും പറഞ്ഞിരുന്നു, അതേ രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോടുപോലെ ഇരിക്കുന്നു, അവന് അവരെ ഇഷ്ടമുള്ളിടത്തേക്ക് നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞല്ലോ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ വല്ലഭത്വത്തെ കാണിക്കുകയാണ്. അതായത് ഈ സമയത്ത് പിശാച് ഈ അബീമേലെക്കിനെ ബുദ്ധി ഉപദേശിക്കാം. കാരണം അതിനുവേണ്ടിയാണല്ലോ ഈ അബീമേലെക്ക് ഈ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയ പരമാർത്ഥത, മനസാക്ഷി എന്നുള്ള കാര്യം അവിടെ സംരക്ഷിക്കപ്പെട്ട മനസാക്ഷിയാണ്. അവിടെ അബ്രഹാമിനെ പോലല്ല അത് ഈ അബീമേലെക്കായിരിക്കുന്നത്. ഒരു ജാതീയനായ രാജാവ്, ഒരു ദൈവപൈതൽ, നീതിമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയെക്കാളും ആ ഒരു കാര്യത്തിൽ ശ്രേഷ്ഠനായി നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ പോലും അതെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പിശാചുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പിശാചിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത്, പിശാച് ചതിയനാണ്, അവൻ ഭോഷ്ക് പറയുന്നവനാണ്, ഭോഷ്കിൻ്റെ അപ്പനാണ്. ഈ രാജാവിൻ്റെ ജീവിതത്തിൽ അതേ ഈ പിശാച് പ്രവർത്തിക്കാം. എങ്ങനെ പ്രവർത്തിക്കാം? അതേ ഈ സാറായിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ അവനെ പ്രേരിപ്പിക്കാം. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവനെ തടുത്തു, പാപം ചെയ്യാതിരിപ്പാൻ തടുത്തു.
ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നതിന് കാരണം നമ്മൾ അവകാശപ്പെടുന്ന വിശുദ്ധ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ദൈവം നമ്മെ അതിനായി സഹായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ, കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അതെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിലും നീതിയിലും നടത്തും എന്നുള്ളത്. സകല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയിച്ചു തരും, സകലവും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നില്ലേ? ഇതേ കാര്യമാണ് ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാപം ചെയ്യാതെ നമ്മെ തടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പോഴത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാവിനെ കെടുക്കരുത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നില്ലേ? അതിനർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ നയിക്കൽ നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പരിശുദ്ധാത്മാവാണ് ഒരുപക്ഷെ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവിക ഉപദേശങ്ങളിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത്. കാരണം പലരും ചിന്തിക്കുന്നു പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തി മാത്രമാണ്. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആത്മാവിലുള്ള ആരാധന നിർത്തരുത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെ വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഒരു വ്യക്തിത്വം എന്ന പോലെ തന്നെ നമ്മിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ സമയവും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സംസാരത്തിന് നമ്മൾ ചെവി കൊടുക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ആത്മീയമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ഈ ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത് പാപം ചെയ്യാതെ വണ്ണം നമ്മെ തടുക്കുന്നതായ പരിശുദ്ധാത്മാവ്. ഒരുപക്ഷെ നമ്മെ ദൈവം നിയന്ത്രിക്കും, അല്ലെങ്കിൽ നമുക്ക് എതിരെ വരുന്ന ഒരാളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. അതെ, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതേ പ്രവൃത്തിയുടെ ഒരു വെളിപ്പാടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമുക്ക് നൽകിയതായ ആ ആത്മീയ നന്മകൾ അതെത്ര വലുതാണ്. ഇനിയും ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ ദൈവം തടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അതെ, സാറായിൽ ആ അബീമേലെക്കിൻ്റെ സ്വാധീനമുണ്ടായേനെ. എന്നു മാത്രമല്ല, പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അബ്രഹാമിന് സാറായിൽ ഉണ്ടാകുന്ന ഇസഹാക്ക് ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലായനെ. അത് അബ്രഹാമിൻ്റെ മകനാണോ അതോ അബീമേലെക്കിൻ്റെ മകനാണോ എന്നുള്ളത് അല്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമുണ്ട്. അബ്രഹാമിൽ നിന്നും തന്നെയാണ്, ആ വംശാവലിൽ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു ജനിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന്. ആ അധ്യായത്തിൽ അബീമേലെക്കിൻ്റെ പേര് ഉൾപ്പെടാതെ വണ്ണം ദൈവം അതേ അബീമേലെക്കിനെ തടുത്തു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഇത് ദൈവം ചെയ്യുന്ന വലിയൊരു കാര്യമല്ലേ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആത്മീയമായ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന സഹായത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ളവരായി തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ കടന്നു വരണം. പാപം ചെയ്യാതെ വണ്ണം നമ്മുടെ കരങ്ങളെ കർത്താവ് സൂക്ഷിക്കട്ടെ, നമ്മളുടെ കണ്ണുകളെ ദൈവം സൂക്ഷിക്കട്ടെ. പാപം ചെയ്യുന്നതിനെക്കുറിച്ച് കേൾക്കാതിരിപ്പാൻ നമ്മുടെ ചെവികളെ പരിശുദ്ധാത്മാവ് സൂക്ഷിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നത് അല്ല, ഞങ്ങൾ ചില ദുഷ്ടതയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുന്നത് ഞങ്ങളുടെ മിടുക്കാണ്, ഞങ്ങളുടെ കഴിവാണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ദൈവം ഞങ്ങളെ സഹായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുന്നു എന്നുള്ളത് ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ദുഷ്ടനെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അതേപോലെ ദൈവവചനത്തിൻ്റെ കൂടുതൽ പഠനത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ആത്മീയമായ കൂട്ടായ്മയ്ക്കും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.